ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ കൗണ്ടബിൾ സെറ്റ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് കൗണ്ടബിൾ സെറ്റ്, എന്താണ് ഒരു അൺകൗണ്ടബിൾ സെറ്റ്, അതിനുള്ള എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സോ കൗണ്ടബിൾ സെറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഒരു ഡെന്യൂമറബിൾ സെറ്റ്. വാട്ട് ഇസ് മെന്റ് ബൈ ഡെന്യൂമറബിൾ സെറ്റ്? So, a set A, suppose we have a set A, is said to be, this is said to be denumerable if there exists a bijection a bijection ഞാൻ say F എന്ന് വിളിക്കുന്നു. There exists a bijection F from N to A. തിരിച്ചും പറയാം, if there exists a bijection from N to A, there exists a bijection from A to N. Okay. So നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും, ബൈജക്ഷൻ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ട്, അപ്പൊ ആ ഇൻവേഴ്സ് ഫംഗ്ഷനും ബൈജക്ഷൻ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു ഫംഗ്ഷൻ ഡെന്യൂമറബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷനും ഒരു ഫംഗ്ഷൻ അല്ല, ഒരു സെറ്റ് ഡെന്യൂമറബിൾ ആവണമെങ്കിൽ ആ സെറ്റും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി എ ബൈജക്ഷൻ ബിറ്റ്വീൻ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദാറ്റ് സെറ്റ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഒരു സെറ്റ് ഡെന്യൂമറബിൾ ആണ് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു കൗണ്ടബിൾ സെറ്റ് എന്നാണ്. കൗണ്ടബിൾ സെറ്റ്, കൗണ്ടബിൾ സെറ്റ് എന്ന് വെച്ചാൽ എ സെറ്റ് എ ഈസ് കൗണ്ടബിൾ ഇഫ് ഒന്നുകിൽ അത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം, ഇഫ് ഇറ്റ് ഈസ് either finite or denumerable. അപ്പൊ സെറ്റ് കൗണ്ടബിൾ ആവാൻ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ അത് ഫൈനൈറ്റ് സെറ്റ് ആയാൽ മതി, എവറി ഫൈനൈറ്റ് സെറ്റ് ഈസ് കൗണ്ടബിൾ. നമ്മുടെ ഈ ഡെഫിനിഷൻ പ്രകാരം ഫൈനൈറ്റ് സെറ്റുകളെല്ലാം കൗണ്ടബിൾ ആണ്. ഫൈനൈറ്റ് സെറ്റുകൾ മാത്രമല്ല കൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റുകൾ, ഡെന്യൂമറബിൾ സെറ്റുകളും കൗണ്ടബിൾ ആണ്. സോ കൗണ്ടബിൾ മീൻസ് either finite or denumerable. ഓക്കെ, ഈ ഡെഫിനിഷൻ ചില ടെക്സ്റ്റുകളിൽ ഡെന്യൂമറബിൾ സെറ്റിനെ മാത്രം കൗണ്ടബിൾ സെറ്റ് എന്ന് വിളിക്കുന്ന കേസുകളുണ്ട്. പക്ഷെ നമുക്ക് ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് പ്രകാരമാണ് നമ്മൾ പഠിക്കുന്നത്. സോ കൗണ്ടബിൾ മീൻസ് either it is finite or it is denumerable. അപ്പോ എന്താണ് അൺകൗണ്ടബിൾ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇസ് മെന്റ് ബൈ അൺകൗണ്ടബിൾ സെറ്റ്? ഒരു സെറ്റ് അൺകൗണ്ടബിൾ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് കൗണ്ടബിൾ അല്ല. If a set is not countable, then we say that that set is uncountable. So, മൂന്ന് definitions ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എന്താണ് ഡെന്യൂമറബിൾ സെറ്റ്, എന്താണ് കൗണ്ടബിൾ സെറ്റ്, എന്താണ് അൺകൗണ്ടബിൾ സെറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണാം. So, I will give you some problems. First problem is that I'm taking E as set of all even numbers, even natural numbers. ഈ E എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്, അല്ലെ? E is a subset of natural numbers. Is it possible to make a 1-to-1 correspondence between set of all even numbers and set of all natural numbers? ഇതിന്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ സബ്സെറ്റും അതിന്റെ സൂപ്പർ സെറ്റും തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ്, അതായത് ബൈജക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, സോ കൺസിഡർ ദിസ് ഫംഗ്ഷൻ. ഐ എം ഡിഫൈനിങ് എഫ് ഫ്രം N to E. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഈവൻ നമ്പേഴ്സിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, സച്ച് ദാറ്റ് f of n equal to 2n. This is a function.
n കൊടുത്താൽ അതിനെ ഡബിൾ ആക്കി തരുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ട് ഈ 2n-കളെല്ലാം എവിടെ തന്നെയുണ്ട്? സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സിൽ ഉണ്ട്. സോ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഈവൻ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണിത്. ഇനി ഞാൻ നോക്കുന്നത് ഈ ഫംഗ്ഷൻ ഇൻജെക്ഷൻ ആണോ 1 ആണോ? സോ what is meant by f of n equal to f of m? So this implies 2n equal to 2m, and this implies and implied by n is equal to m. So f of n equal to f of m ആണെങ്കിൽ n equal to m ആണെന്ന് കിട്ടി. അതായത് f is an injection എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി ഞാനിത് ഒരു സർജക്ഷൻ ആണെന്ന് കാണിക്കാൻ പോവാണ്. സോ ഐ എം ടേക്കിംഗ് എ y ഫ്രം e. സോ ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആണെങ്കിൽ y is equal to 2k for some k element of natural numbers. ഏതോ നാച്ചുറൽ നമ്പേഴ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫോമിലാണ് ഉള്ളത്. ഈ 2k എന്നുള്ളതിനെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ f of n equal to 2n ആണ്. So 2n is f of n. So 2k is f of k for some k element of natural numbers. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഏത് y element of e എടുത്താലും അത് ഏതോ ഒരു k യുടെ ഇമേജ് ആണ്. Therefore f is a surjection. എന്തൊക്കെയാ നമുക്ക് കിട്ടിയത്? f ഒരു ഇൻജെക്ഷനുമാണ് സർജക്ഷനുമാണ്. Therefore f is an, here we have f is an injection, here we have f is a surjection. So f from n to e is a bijection. ഇങ്ങനെ ഒരു ബൈജക്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഈ സെറ്റ് ഡെന്യൂമറബിൾ ആയി. ഏത് സെറ്റ്? E. Therefore E is ഡെന്യൂമറബിൾ. ഡെന്യൂമറബിൾ സെറ്റുകളെല്ലാം കൗണ്ടബിൾ ആണ്. അപ്പോ E is കൗണ്ടബിൾ. അപ്പൊ നിങ്ങളോട് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ഡെന്യൂമറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഐ എം ടേക്കിംഗ് O as set of all 2n minus 1 where n varies over natural numbers. ഇതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ്. ഇത് കൗണ്ടബിൾ ആണ്. You have to prove that this set is countable. എന്തായാലും ഇത് ഫൈനൈറ്റ് സെറ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ ഇത് ഡെന്യൂമറബിൾ സെറ്റ് ആയിരിക്കും. സോ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? So I am defining a function f from natural numbers to odd numbers such that f of n is equal to 2n minus 1. ഇങ്ങനെ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. വീണ്ടും ഞാനിത് ഇൻജെക്ഷൻ ആണ് സർജക്ഷൻ ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇൻജെക്ഷൻ ആണെന്ന് കാണിക്കാൻ നേരത്തെ പോലെ f of n equal to f of m എന്നെടുത്താൽ we will get 2n minus 1 is equal to 2m minus 1. രണ്ട് സൈഡിൽ നമ്മൾ +1 ആഡ് ചെയ്യുന്നു. So that we will get 2n equal to 2m, and which implies n is equal to m. Okay, so f of n equal to f of m implies n is equal to m. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? f is 1 1 or f is an injection. ഇനി അടുത്തതായിട്ട് നമുക്ക് f സർജക്ഷൻ ആണെന്ന് കാണിക്കണം. അതിന് let y element of O. So y is an odd number. This implies y is equal to 2k minus 1 for some natural number k. 2k minus 1, 2n minus 1 എന്ന് പറഞ്ഞാൽ f of n ആണ്. So 2k minus 1 എന്ന് പറഞ്ഞാൽ this is f of k for some k element of n. So you take any y from the set O, it is the image of some k element of n. Therefore f is 1 2. ഇവിടെ f11 ആണ്, f12 ആണ്. അതുകൊണ്ട് f is a bijection.
from N to O is a bijection. Hence, O is denumerable എന്നും പറയാം. ഇത് denumerable ആണ്. അതുപോലെ തന്നെ denumerable ആണെങ്കിൽ അത് countable-ഉമാണ്. സോ ഇങ്ങനെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് integers, set of all integers. I am taking Z, set of all integers. ഇത് countable ആണെന്ന് കാണിക്കണം. We have to prove that this is countable. ഇവിടെയും നമുക്ക് integers എന്തായാലും finite set അല്ലാന്ന് അറിയാം. Therefore it will be denumerable. So we have to define a function f from n to z, which is a bijection. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള, ഞാൻ ഇത് ആദ്യം ഒരു മാപ്പിംഗ് പോലെ എഴുതാം. I have a 0 here. Then we have ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, etc. natural numbers. And here we have set of all integers. 0, 1, minus 1, 2, minus 2, 3, minus 3, 4, etc. ഇങ്ങനെയാണ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എല്ലാ ഇന്റിജേഴ്സും ഇവിടെ കവർ ചെയ്യും. I am mapping 1 to 0, 2 to 1, 4 to 2, 6 to 3, 8 to 4, etc. So എനിക്ക് ഈ ഫംഗ്ഷൻ ഇപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? So I am defining f from n to z such that f of n equal to 0 if n is equal to 1. ഇനി ഇവിടെ നോക്കുക, 2-നെ 1-ലേക്ക്, 4-നെ 2-ലേക്ക്, 6-നെ 3-ലേക്ക്, എക്സെട്ര. സോ ഈവൻ നമ്പേഴ്സിനെ എല്ലാം ഡിവൈഡഡ് ബൈ 2-ലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. സോ n by 2 if n is even. ഓക്കെ, ഇനി നമുക്ക് എന്ത് ബാക്കിയുണ്ട്? if n is odd. n ഓഡ് ആണെങ്കിൽ നമുക്ക് എവിടേക്കാണ് ഫംഗ്ഷനെ മാപ്പ് ചെയ്യുന്നത്? 3യെ -1-ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലെ? 3യെ -1-ലേക്ക് മാപ്പ് ചെയ്യണം. അതുപോലെ 5-നെ -2-ലേക്ക് മാപ്പ് ചെയ്യണം. സോ ഇവിടെ ഈ മൈനസ് ഇല്ല എന്ന് വിചാരിക്കാം. 3യെ 1-ലേക്ക്, 5-നെ 2-ലേക്ക്, ഇങ്ങനെയാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി വി ആർ മാപ്പിംഗ് ടു n minus 1 by 2. 3 minus 1, 2 divided by 2 is 1. So it is minus of n minus 1 by 2. Minus of n minus 1 by 2. This is our function. So this is a bijection from n to z. Therefore z is denumerable. If z is denumerable, then we know that it is countable. So this f is a bijection. Therefore z is denumerable. അതായത് z is countable. ഇനി അടുത്തതായിട്ട് suppose you have two sets A and B and you are given that A and B are two disjoint denumerable sets. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. A union B is denumerable. We need to prove that A union B is denumerable. Okay. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? നമുക്ക് തന്നിട്ടുണ്ട് എയും ബിയും ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഡെന്യൂമറബിൾ സെറ്റ്സ് ആണ്. സോ ദിസ് ഇസ് അവർ സൊല്യൂഷൻ. സോ ഗിവൺ എ ആൻഡ് ബി
are denumerable. ഇവരുടെ enumerable ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് എയിലേക്കും അതുപോലെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ബിയിലേക്കും ബൈജക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ബൈജക്ഷൻസ്. ആ ബൈജക്ഷൻസിന് ഞാൻ പേര് കൊടുക്കുകയാണ് F1 from natural numbers to A and F2 from natural numbers to B, since they are denumerable. ഇത് രണ്ടുപേരും denumerable ആയതുകൊണ്ട് denumerable ഡെഫിനിഷൻ പ്രകാരം നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ആ സെറ്റിലേക്ക് ബൈജക്ഷൻസ് ഉണ്ടാവും. അതിൽ എയിലേക്കുള്ള ബൈജക്ഷനെ നമ്മൾ F1 എന്ന് വിളിച്ചു, ബിയിലേക്കുള്ള ബൈജക്ഷനെ F2 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് we have to define a bijection from natural numbers to A union B. Okay, natural numbers to A union B ആണ് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന് എന്ത് ചെയ്യും നമുക്ക്? I have natural numbers here 1, 2, 3, 4, 5, 6, 7, 8, etc. I will map 1 to F1 of 1. 3 ഞാൻ F1 of F1 of 2. Here I will map to F1 of 3. This I will map to F1 of 4, etc. Okay, and this 2 ഞാൻ F2 of 1 ലേക്ക് മാപ്പ് ചെയ്യണം, 4 F2 of 2. This I will map to F2 of 3. 8 will go to F2 of 4 and so on. അതായത് ഓഡ് നമ്പേഴ്സിനെ എല്ലാം ഞാൻ എയിലുള്ള എലമെന്റ്സിലേക്കും ഈവൺ നമ്പേഴ്സിനെ എല്ലാം ഞാൻ ബിയിലുള്ള എലമെന്റ്സിലേക്കുമാണ് മാപ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ F1 എന്നിൽ നിന്ന് എയിലേക്കുള്ള ബൈജക്ഷൻ ആണെന്ന് പറയുമ്പോൾ I can write A as F1 of n, F1 of 1, F1 of 2, F1 of 3, etc. ഇതാണ് ഇപ്പൊ എന്റെ സെറ്റ് എ എന്ന് പറയുന്നത്. അതുപോലെ സെറ്റ് ബി നെ നമുക്ക് F2 of 1, F2 of 2, F2 of 3 ഇങ്ങനെ എഴുതി പോവാം. അപ്പോൾ ഈ സെറ്റിലേക്ക് എ യൂണിയൻ ബിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാം. We have to prove that this function, ഇപ്പൊ ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ 1, 1 ആണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം, on 2 ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം ഫംഗ്ഷനെ നമുക്ക് കൃത്യമായിട്ടൊന്ന് എഴുതണം അല്ലെ. സോ I am defining a map F from natural numbers to A union B such that what is my F of n? ഇവിടെ നോക്കാം, നമുക്ക് ഈവൺ ആണെങ്കിൽ സുഖമായിട്ട് എഴുതാം അല്ലെ. 2 maps to F2 of 1, 4 maps to F2 of 2, 6 maps to F2 of 3. So F2 of n by 2 if n is even. ഇനി n ഓഡ് ആണെങ്കിലോ നോക്കാം. 1 maps to F1 of 1, 3 maps to F1 of 2. ഈ 3ഉം 2ഉം തമ്മിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന റിലേഷൻ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ ഒരു മാപ്പിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. 1 goes to 1, 3 goes to 2, 5 goes to 3, 7 goes to 4. അപ്പോൾ എന്താണ് ഇവിടുത്തെ മാപ്പിംഗ് ആയിരിക്കുക? n goes to n plus 1 by 2. So here I have F1 of n plus 1 by 2 if n is odd. So this is my mapping. Okay. ഈ ഫംഗ്ഷൻ നമുക്ക് ബൈജക്ഷൻ ആണോ? Is this a bijection? So ഇത് ബൈജക്ഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എടുക്കുകയാണ്. Suppose f of n equal to f of m. f of n equal to f of m. ഇതിലിപ്പോ n ഉം m ഉം
ഒരു കാര്യം ഉറപ്പാണ്, എഫ് ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ആൻഡ് ദീസ് ആർ ഇൻ എ യൂണിയൻ ബി അല്ലെ. ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നമുക്കുള്ള പോസിബിലിറ്റീസ് ഇതാണ്, എഫ് ഓഫ് എന്നും എഫ് ഓഫ് എമ്മും രണ്ടുപേരും എയിലായിരിക്കും ബിക്കോസ് ദേ ആർ ഈക്വൽ. അല്ലെങ്കിൽ എഫ് ഓഫ് എന്നും എഫ് ഓഫ് എമ്മും രണ്ടുപേരും ബിയിലായിരിക്കും. ഓക്കെ, ഇവര് രണ്ടുപേരും എയിലാണെന്ന് വിചാരിക്കാം. എപ്പോഴാണ് നമ്മൾ എയിലേക്ക് മാപ്പ് ചെയ്യുന്നത്? F1 ആണ് എയിലേക്കുള്ള മാപ്പിംഗ് അല്ലെ. സോ ഇതാണ് എയിലേക്ക് വരുന്നത്. സോ എന്നും എമ്മും ഓഡ് ആണെങ്കിലാണ്, എൻ ആൻഡ് എം ആർ ഓഡ് ആവുമ്പോഴാണ് നമ്മൾ എയിലേക്ക് വരിക. ഇനി രണ്ടും ബിയിലാണെങ്കിൽ എന്നും എമ്മും ഈവൺ ആണ്, ആർ ഈവൺ. സോ എന്നും എമ്മും ഓഡാണ് എന്ന് കരുതുക. അതായത് നമ്മൾ ഫസ്റ്റ് കേസ് ആണ് എടുക്കുന്നത്. എന്നും എമ്മും ഓഡാണെങ്കിൽ Fn equal to f of m implies f1 of n plus 1 by 2 equal to f1 of m plus 1 by 2. ഇനി f1 is a bijection. f1 is a bijection. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഇമേജ് സെയിം ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. n plus 1 by 2 is equal to n plus 1 by 2. f1 is 1 1. And this will imply നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം, അതുപോലെ 1 ക്യാൻസൽ ചെയ്യാം. സോ പടിപടിയായിട്ട് നമുക്ക് n equal to m എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ n equal to എന്നും എമ്മും ഓഡ് ആണെങ്കിൽ f of n equal to f of m implies n is equal to m. ഇനി എന്നും എമ്മും ഈവൺ ആണെന്ന് വിചാരിക്കുക. n and m are even. So f of n equal to f of m implies f2 of n by 2 equal to f2 of m by 2. ഓക്കെ, ഇനി f2 ഒരു 1 1 മാപ്പിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് n by 2 equal to m by 2 എന്ന് കിട്ടും because f2 is 1 1. And this implies n is equal to m. So രണ്ട് കേസിലും f of n equal to f of m ആണെങ്കിൽ we have n is equal to m. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? f is 1 1. ഇനി നമുക്ക് f is on 2 എന്ന് കാണിക്കണം. So let y element of a union b. So this implies either y element of a or y element of b. ഒന്നുകിൽ y എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും, എന്തായാലും രണ്ടിലും കൂടി ഉണ്ടാവില്ല. y element of a ആണെന്ന് വിചാരിക്കാം. If y is in a, നമുക്കറിയാം f1 from n to a is on 2. ഇത് സർജക്ഷൻ ആണെന്ന് അറിയാം ബിക്കോസ് f1 നമ്മൾ ബൈജക്ഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സർജക്ഷൻ. Therefore there exists some natural number such that ഈ y എന്ന് പറയുന്നത് f1 of n ആവുന്ന പോലെ. ഓക്കെ, അങ്ങനെ എന്തായാലും നമുക്കൊരു നാച്ചുറൽ നമ്പർ f1 of n എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമ്മള് n plus 1 by 2, f1 of n plus 1 by 2 ആണ്. ഇതാണ് നമ്മുടെ മാപ്പിംഗ് അല്ലെ. സോ f1 of n this f1 of n will be same as this is same as f of 2n minus 1. f1 of n will be same as f of 2n minus 1. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി?
ഏത് y element of A union B എടുത്തു കഴിഞ്ഞാലും if y is in A, then y can be written as f of 2n minus 1, where 2n minus 1 is a natural number. This 2n minus 1 is a natural number. ഇനി ഇതുപോലെ y element of B ആണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം f2 from natural numbers to B is on to എന്ന് നമുക്കറിയാം. അപ്പോ there exists some n element of natural numbers such that this y is equal to f2 of n for some n element of natural numbers. ഈ n natural number ആണെങ്കിൽ 2n ഉം ഒരു natural number ആണ്. So ഈ f2 of n is same as f of 2n. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും y A യൂണിയൻ B ഉണ്ടെങ്കിൽ ഒന്നുകിൽ y is equal to f of 2n minus 1 ആവും, അല്ലെങ്കിൽ y is equal to f of 2n ആവും. സോ നമുക്ക് ജനറൽ ആയിട്ട് പറയാം f is on to. സോ f എന്ന് പറയുന്ന മാപ്പിംഗ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ അത് 1 ഉം ആണ് ഓൺ ടു ആണ്. അപ്പൊ അതുകൊണ്ട് A യൂണിയൻ B എന്ന് പറയുന്നത് ഒരു denumerable set ആയിരിക്കും. If A and B are two denumerable sets and they are disjoint, then A union B is also a denumerable set. ഈ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനിൽ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, ഇവിടെ നമ്മൾ ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, പിന്നെ രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഡെന്യൂമറബിൾ സെറ്റുകളുടെ യൂണിയൻ, ഇവരൊക്കെ ഡെന്യൂമറബിൾ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത സെഷനിൽ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഡെന്യൂമറബിൾ ആണ്, അതായത് കൗണ്ടബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ളതെല്ലാം നന്നായിട്ട് പഠിക്കുക.